എല്ലാവർക്കും മലമ്പുഴ ഐ.ടി.യുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനോജ്. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ സെമസ്റ്റർ 4-ൽ പഠിക്കുവാനുള്ള ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ചാണ്. ഏതെല്ലാമാണ് വിവിധ തരത്തിലുള്ള ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, അവയുടെ പ്രവർത്തനം എങ്ങനെയാണ്, എന്തെല്ലാമാണ് അവയുടെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് എന്നിവയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അവയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. Oil circuit breakers. In this circuit breaker, an insulating oil is used as arc quenching medium. The contacts are opened under oil and an arc is struck between them. The heat of the arc evaporates the surrounding oil and dissociate into hydrogen gas at high pressure. The volume of hydrogen is 1000 times that of the oil decomposes. The oil is therefore pushed away from the arc and the hydrogen gas bubble surround the arc and adjacent portion of the contact. The hydrogen gas high heat conductivity and cools the arc, thus aiding the deionization of the medium between the contact. The hydrogen gas also set up turbulence in the oil and forces it into the space between the contact, thus eliminating the arcing product from the arc path. The result is that the arc is extinguished. ഒരു ഓയിൽ ആർക്ക് ക്വഞ്ചിങ് മീഡിയം ആയി ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കറാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. സാധാരണ ട്രാൻസ്ഫോർമർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ച് പൊതുവെ പറഞ്ഞാൽ, ആ സർക്യൂട്ട് ബ്രേക്കറിൽ ഓയിൽ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഓയിലാണ് ഇൻകമിംഗ് കോണ്ടാക്റ്റും ഔട്ട് ഗോയിങ് കോണ്ടാക്റ്റും സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് കോണ്ടാക്റ്റും നോർമൽ കണ്ടീഷനിലും അബ്നോർമൽ കണ്ടീഷനിലും ഓപ്പൺ ആകുന്നത് ഓയിലിൽ ആകുന്നു. ഇങ്ങനെ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആകുമ്പോൾ ഓയിലിലുള്ള കോണ്ടാക്റ്റുകൾക്കിടയിൽ ഒരു ആർക്ക് ഉണ്ടാകുന്നു. ഈ ആർക്കിന്റെ ഹീറ്റ് കാരണം കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള ഓയിൽ വിഘടിച്ച് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസിന്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. കൂടാതെ ഹൈഡ്രജൻ ഗ്യാസിന്റെ വോള്യം ഓയിലിൻ്റെതിനേക്കാൾ വളരെ കൂടുതൽ ആയതു കാരണം ഹൈഡ്രജൻ ഗ്യാസ് ഓയിലിനെ കോണ്ടാക്റ്റുകൾക്കിടയിൽ നിന്നും മാറ്റുന്നു. അതിനുശേഷം ആർക്കിന് ചുറ്റും സ്ഥിതി ചെയ്യുന്നു. അതായത് കോണ്ടാക്റ്റുകൾ ട്രിപ്പാകുമ്പോൾ ഉണ്ടാകുന്ന ആർക്കിന് ചുറ്റും ഹൈഡ്രജൻ ഗ്യാസ് സ്ഥിതി ചെയ്യുന്നു. ഈ ഹൈഡ്രജൻ ഗ്യാസിന്റെ ഹീറ്റ് കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ആർക്കിനെ ഹൈഡ്രജൻ ഗ്യാസ് തണുപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഹൈഡ്രജൻ ഗ്യാസ് ഓയിലിൽ ഒരു ടർബുലൻസ് ഉണ്ടാക്കുന്നു. ഈ ടർബുലൻസ് കാരണം കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള ഇംപ്യൂരിറ്റീസ്, അതായത് കാർബൺ ഇംപ്യൂരിറ്റീസ് ആർക്ക് പാത്തിൽ നിന്നും മാറ്റുകയും ചെയ്യുന്നു. ഇപ്രകാരം ആർക്ക് കോണ്ടാക്റ്റുകൾക്കിടയിൽ ഇല്ലാതെ ആവുന്നു. ഇതാണ് ഒരു ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ജനറലായി സംഭവിക്കുന്നത്. ഇനി ഈ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജ് എന്തെല്ലാം ആണെന്ന് നോക്കാം. The oil absorbs arc energy and decomposes into hydrogen gas, which has high excellent cooling property. ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസിന്റെ കൂളിംഗ് പ്രോപ്പർട്ടി എക്സലന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഓയില് ഒരു ഇൻസുലേറ്ററായി
പ്രവർത്തിക്കുന്നതിനാൽ ഇൻകമിംഗ് കോണ്ടാക്റ്റും ഔട്ട്ഗോയിങ് കോണ്ടാക്റ്റും തമ്മിലുള്ള ക്ലിയറൻസ് കുറച്ചു മതി. അതായത് രണ്ട് കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള ഗ്യാപ്പ് വളരെ കുറച്ചായാലും കുഴപ്പമില്ല. മൂന്നാമത്തെ പോയിന്റ്, ദ സറൗണ്ടിങ് ഓയിൽ പ്രസന്റ് കൂളിംഗ് സർഫസ് ഇൻ ക്ലോസ് പ്രോക്സിമിറ്റി ടു ദി ആർക്ക്. ഹൈഡ്രജൻ ഗ്യാസിനെ കൂടാതെ കോണ്ടാക്റ്റുകൾക്ക് പുറമെയുള്ള ഓയില് ഒരു കൂളിംഗ് സർഫസ് ഉണ്ടാക്കുന്നു. ഇതും ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് ഇൻഫ്ലമബിൾ ആൻഡ് ദർ ഈസ് എ റിസ്ക് ഓഫ് ഫയർ. ഫയർ റിസ്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ കൂടുതലാണ്. കാരണം ഇവിടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസ് ഒരു ഇൻഫ്ലമബിൾ ആയതുകൊണ്ട് തന്നെ. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് മേ ഫോം ആൻ എക്സ്പ്ലോസീവ് മിക്സ്ചർ വിത്ത് എയർ. എയറുമായി കൂടുമ്പോൾ ഒരു എക്സ്പ്ലോസീവ് മിക്സ്ചർ ഉണ്ടാക്കുന്നു. The arcing product remain in the oil and its quality deteriorate with successive operation. This necessitate periodic checking and replacement of oil. അതായത് ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും ആർക്കിംഗ് പ്രൊഡക്റ്റ് ആയിട്ട് കാർബൺ ഉണ്ടാകുന്നു. ഇത് ഓയിലിൽ അടിഞ്ഞുകൂടുകയും ഓയിലിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് ഓയിലിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് കുറയ്ക്കുന്നു. ഇത് കാരണം ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓയിൽ റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടത് ആവശ്യമായി വരുന്നു. ഈ മൂന്നെണ്ണമാണ് ഡിസഡ്വാൻറ്റേജ് ആയി പറയുന്നത്. ചിത്രത്തിൽ ഒരു ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ ജനറൽ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്, സിമ്പിൾ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ രണ്ട് കോണ്ടാക്റ്റുകൾ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള ആർക്കിനെയും കാണിച്ചിരിക്കുന്നു. കൂടാതെ ആ ചുവന്ന റൗണ്ടിന് ചുറ്റും ഹൈഡ്രജൻ ഗ്യാസും കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ ആണെന്ന് നോക്കാം. ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ പ്രധാനമായും രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ രണ്ടു ടൈപ്പ് ഉണ്ട്. ഒന്ന് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, രണ്ട് ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഈ സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഈ സർക്യൂട്ട് ബ്രേക്കർ ട്രിപ്പ് ആകുമ്പോൾ കോണ്ടാക്റ്റുകൾക്കിടയിൽ ഒരു ഓപ്പൺ ഉണ്ടാകുന്നു. കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് കാരണം ആർക്ക് കൊഞ്ച് ചെയ്യപ്പെടുന്നു. കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് കോണ്ടാക്റ്റും ഫിക്സഡ് കോണ്ടാക്റ്റും. കോണ്ടാക്റ്റുകൾ ഒരു നിശ്ചിത അകലം എത്തുമ്പോഴാണ് ആർക്ക് ഇല്ലാതെയാവുന്നത്. ഈ സർക്യൂട്ട് ബ്രേക്കറിൽ ഒരു ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ഉണ്ടായിരിക്കും. ചിത്രത്തിൽ കാണിച്ച പോലെ തന്നെ. ചിത്രത്തിൽ നമ്മൾ ഫിക്സഡ് കോണ്ടാക്റ്റ് കാണിച്ചിട്ടുണ്ട്, മൂവിങ് കോണ്ടാക്റ്റ് കാണിച്ചിട്ടുണ്ട്, ഓയിൽ കാണിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഓയിലിന് മുകളിലായി ഒരു എയർ കുഷ്യൻ കാണിച്ചിട്ടുണ്ട്. ഈ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ ട്രിപ്പിംഗ് ചാമ്പർ ഒരു എയർ ടൈറ്റ് ഓയിൽ ചാമ്പറാണ്. ഓയിലിന് മുകളിലായാണ് എയർ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ എയർ കുഷ്യൻ ട്രിപ്പിംഗ് സമയത്ത് ഉണ്ടാകുന്ന ആർക്ക് ഗ്യാസിനെയും ആർക്കിന്റെ ഹീറ്റ് കാരണം എക്സ്പാൻഡ് ചെയ്യപ്പെടുന്ന ഓയിലിന്റെയും മുകളിലേക്കുള്ള മൂവ്മെന്റിനെ സ്വീകരിക്കുന്നു. എയർ കുഷ്യൻ ഇല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കർ പൊട്ടിത്തെറിക്കുവാൻ കാരണമാകുന്നു. ഫാൾട്ട് ഉണ്ടാകുമ്പോൾ മൂവിങ് കോണ്ടാക്റ്റ് താഴേക്ക് പുൾ ഡൗൺ ചെയ്യപ്പെടുകയും ആർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ആർക്ക് ഓയിലിനെ ഹൈഡ്രജൻ ഗ്യാസായി വേപ്പറൈസ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസ് ആർക്കിനെ തണുപ്പിക്കുകയും ആർക്കിന്റെ കാരണം അയണൈസ് ചെയ്യപ്പെട്ട കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള മീഡിയത്തിനെ, അതായത് ഓയിലിനെ ഡി അയണൈസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസ് ഓയിലിൽ ടർബുലൻസ് ഉണ്ടാക്കുകയും ആർക്കിംഗ് പ്രൊഡക്റ്റിനെ കോണ്ടാക്റ്റുകൾക്കിടയിൽ നിന്നും എലിമിനേറ്റ് ആക്കുകയും ചെയ്യുന്നു. കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ട്രിപ്പ് ആകുമ്പോൾ കൂടുന്നതിനാൽ കോണ്ടാക്റ്റുകൾക്കിടയിലെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് വർദ്ധിക്കുന്നു.
ഇതിൻ്റെ എല്ലാം ഫലമായി ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യപ്പെടുന്നു, അതായത് ആർക്ക് ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ആർക്കിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഒരു സ്പെഷ്യൽ കൺട്രോളും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ്മെന്റ് ആണ് കൺട്രോൾ ആയി പറയാനുള്ളത്. പിന്നെ ഈ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ ആർക്കിംഗ് ടൈം കൂടുതലാണ്. കൂടാതെ ഓപ്പറേഷൻ സ്പീഡ് കുറവാണ്. ഇത്തരം സർക്യൂട്ട് ബ്രേക്കർ 11 kV വരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതെല്ലാമാണ് പ്ലെയിൻ ബ്രേക്ക് ഓയിലിന്റെ ഡിസഡ്വാൻറ്റേജ്. കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്നും ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്നും. പ്ലെയിൻ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ അപേക്ഷിച്ച് ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ചില സംവിധാനങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഈ സർക്യൂട്ട് ബ്രേക്കറിൽ ഒരു ഇൻസുലേറ്റഡ് റിജിഡ് പ്രഷർ ചാമ്പർ ഉപയോഗിച്ച് കോണ്ടാക്റ്റുകൾ ചുറ്റും ആർക്കിംഗ് സമയത്ത് ഉണ്ടാകുന്ന ഗ്യാസിനെ, അതായത് ഹൈഡ്രജൻ ഗ്യാസിനെ തടഞ്ഞു നിർത്തി കേന്ദ്രീകരിക്കുന്നു. ഈ ചാമ്പറിൽ ആർക്കിംഗ് സമയത്ത് ഹൈ പ്രഷർ ഉണ്ടാവുകയും കോണ്ടാക്റ്റുകൾക്ക് ചുറ്റും ഓയിലും ഗ്യാസും വളരെ ശക്തിയിൽ പ്രവഹിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി ആർക്ക് ഇല്ലാതെയാവുന്നു. ഇവിടെ പ്രഷർ ഉണ്ടാക്കുന്നത് ആർക്കിൽ നിന്നും ആയതുകൊണ്ട് ഇതിനെ സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് വിളിക്കുന്നു. എക്സ്പ്ലോഷൻ പോർട്ട് പല ഡിസൈനിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഇൻസുലേറ്റഡ് റിജിഡ് പ്രഷർ ചാമ്പർ പല ടൈപ്പിൽ നിർമ്മിച്ചിട്ടുണ്ട്. അവ പ്ലെയിൻ എക്സ്പ്ലോഷൻ പോർട്ട്, ക്രോസ് ജെറ്റ് എക്സ്പ്ലോഷൻ പോർട്ട്, സെൽഫ് കോമ്പൻസേറ്റർ എക്സ്പ്ലോഷൻ പോർട്ട് എന്നിവയാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇൻസുലേറ്റഡ് റിജിഡ് പ്രഷർ ചാമ്പർ അല്ലെങ്കിൽ പോർട്ട് നിർമ്മിക്കാം. അടുത്തത് ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഇതിൽ ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് ഉപയോഗിച്ച് ഓയിൽ പ്രഷർ ഉണ്ടാക്കുന്നു. ഈ പിസ്റ്റൺ OCBയിലെ മൂവിംഗ് കോണ്ടാക്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഫോൾട്ട് ഉണ്ടാകുമ്പോൾ OCBയിലെ കോണ്ടാക്റ്റുകൾ സെപ്പറേറ്റ് ആവുകയും കോണ്ടാക്റ്റുകൾക്കിടയിൽ ഒരു ആർക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ആർക്ക് ഉണ്ടാകുന്ന സമയത്ത് പിസ്റ്റൺ സിലിണ്ടർ ഉപയോഗിച്ച് കോണ്ടാക്റ്റുകൾക്കിടയിലേക്ക് ഓയിൽ പ്രവഹിപ്പിക്കുകയും അതിന്റെ ഫലമായി ആർക്ക് ഇല്ലാതെ ആവുകയും ചെയ്യുന്നു. ഇതാണ് ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ സംഭവിക്കുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. Since oil pressure developed is independent of the fault current to be interrupted, the performance is more consistent than self-blast oil circuit breaker. രണ്ടാമത്തെ പോയിന്റ്, the quantity of oil required is reduced considerably. ഫിക്സഡ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ പെർഫോമൻസ് സെൽഫ് ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിനേക്കാളും അചഞ്ചലമാണ്. കാരണം ഓയിൽ പ്രഷർ ഉണ്ടാകുന്നത് ഫോൾട്ട് കറന്റിനെ ഡിപ്പെൻഡ് ചെയ്തല്ല. ഈ സർക്യൂട്ട് ബ്രേക്കറിൽ ഉപയോഗിക്കുന്ന ഓയിലിന്റെ അളവ് കുറവാണ്. ഇതാണ് ഇതിന്റെ രണ്ട് അഡ്വാൻറ്റേജ്. അടുത്തത് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. നേരത്തെ പറഞ്ഞ ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്ക് കൊഞ്ചിങ് മീഡിയം ആയും, അതായത് ഓയിൽ ആർക്ക് കൊഞ്ചിങ് മീഡിയം ആയും ഇൻസുലേറ്റർ ആയും പ്രവർത്തിക്കുന്നു. ആർക്ക് കൊഞ്ചിങ്ങിന് വേണ്ടി ഇവിടെ കുറച്ച് ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കൂടുതലും ഉപയോഗിക്കുന്നത് ഇൻസുലേഷന് വേണ്ടിയാണ്. എന്നാൽ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്
ആർക്ക് കൊഞ്ചിങ്ങിന് വേണ്ടി കുറച്ച് ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇൻസുലേഷന് വേണ്ടി ഓയിൽ അധികം ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്നത് സോളിഡ് മെറ്റീരിയലാണ്. ആർക്ക് എക്സ്റ്റൻഷന് വേണ്ടി കുറച്ച് ഓയിൽ മാത്രമേ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഈ സർക്യൂട്ട് ബ്രേക്കറിനെ 2 കമ്പാർട്ട്മെന്റ് ആയി തിരിച്ചിട്ടുണ്ട്. അപ്പർ ചേംബറും ലോവർ ചേംബറും, അല്ലെങ്കിൽ അപ്പർ കമ്പാർട്ട്മെന്റും ലോവർ കമ്പാർട്ട്മെന്റും. അപ്പർ കമ്പാർട്ട്മെന്റിനെ സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പർ എന്നും ലോവർ കമ്പാർട്ട്മെന്റിനെ സപ്പോർട്ടിംഗ് ചാമ്പർ എന്നും പറയുന്നു. ഈ 2 ചേംബറിലും ഓയിൽ ഫിൽ ചെയ്തിരിക്കും. 2 ചേംബറിലെയും ഓയിൽ മിക്സ് ചെയ്യാത്ത രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് 2 ഗുണമുണ്ട്. സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പറിലെ ഓയിൽ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതിന് കുറച്ച് ഓയിൽ മതി. ആർക്ക് എക്സ്റ്റിങ്ഷൻ നടക്കുമ്പോൾ കണ്ടാമിനേറ്റ് ചെയ്യുന്നത് സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പറിലെ ഓയിൽ മാത്രമാണ്. അതുകൊണ്ട് സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പറിലെ ഓയിൽ മാത്രമേ മലിനീകരിക്കപ്പെടുകയുള്ളൂ. സപ്പോർട്ടിംഗ് ചാമ്പറിലെ ഓയിൽ മലിനീകരിക്കപ്പെടുന്നില്ല. ഓയിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പറിലെ മാത്രം മാറ്റിയാൽ മതി. സപ്പോർട്ടിംഗ് ചാമ്പർ എന്താണെന്ന് നോക്കാം. ഇത് ഒരു പോർസലൈൻ ചാമ്പറാണ്. ഒരു മെറ്റൽ ചാമ്പറിന് മുകളിലായാണ് ഈ സപ്പോർട്ടിംഗ് ചാമ്പർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഓയിൽ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഓയിൽ സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പറിലെ ഓയിലിൽ നിന്നും ഫിസിക്കലായി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് 2 ഓയിലും മിക്സ് ചെയ്യുക ഇല്ല. ഈ സപ്പോർട്ടിംഗ് ചാമ്പറിലെ ഓയിൽ ഇൻസുലേഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പർ സ്ഥിതി ചെയ്യുന്നത് സപ്പോർട്ടിംഗ് ചാമ്പറിന് മുകളിലാണ്. ഇതും പോർസലിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പറിലും ഓയിൽ ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ചാമ്പറിന് 3 ഭാഗങ്ങൾ ഉണ്ട്. ഒന്ന് അപ്പർ ആൻഡ് ലോവർ ഫിക്സഡ് കോണ്ടാക്ട്, 2 മൂവിംഗ് കോണ്ടാക്ട്, 3 ടർബുലേറ്റർ. മൂവിംഗ് കോണ്ടാക്ട് പൊള്ളയായതും ഒരു ഫിക്സഡ് പിസ്റ്റണിലൂടെ താഴേക്ക് ചലിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടർബുലേറ്റർ ഉപയോഗിക്കുന്നത് ഓയിലിൽ ടർബുലേഷൻ ഉണ്ടാക്കാനും ആർക്ക് കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയാണ്. അടുത്തത് ടോപ്പ് ചാമ്പർ എന്താണെന്ന് നോക്കാം. സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പറിന് മുകളിലായി ആണ് ടോപ്പ് ചാമ്പർ സ്ഥിതി ചെയ്യുന്നത്. ഇത് ആർക്ക് ഉണ്ടാകുമ്പോൾ ഓയിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആർക്കിന്റെ ഹീറ്റ് കാരണം ഓയിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇതുകൊണ്ട് ഓയിൽ മുകളിലേക്ക് മൂവ് ചെയ്യും. ഇതിന് സ്വീകരിക്കുകയാണ് ടോപ്പ് ചാമ്പർ ചെയ്യുന്നത്. ഈ ടോപ്പ് ചാമ്പറിൽ ഒരു സെപ്പറേറ്റർ കാണപ്പെടുന്നുണ്ട്. സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂജൽ ആക്ഷൻ കാരണം ഓയിൽ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ മൂവിംഗ് കോണ്ടാക്റ്റും ഫിക്സഡ് കോണ്ടാക്റ്റും നമ്മൾ ടച്ച് ചെയ്തിരിക്കും. ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് മൂവിംഗ് കോണ്ടാക്റ്റ് ട്രിപ്പിംഗ് സ്പ്രിങ്ങിന്റെ ആക്ഷൻ കാരണം ഫിക്സഡ് പിസ്റ്റന് മുകളിലൂടെ താഴേക്ക് വരുന്നു. ഈ സമയത്ത് ആർക്ക് ഉണ്ടാവും. ആർക്ക് എനർജി കാരണം സർക്യൂട്ട് ബ്രേക്കറിലെ ഓയിൽ വേപ്പറൈസ് ആവുകയും ഹൈ പ്രഷറിൽ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ഗ്യാസ് ആർക്കിന് ചുറ്റും കേന്ദ്രീകരിക്കുകയും അതിന്റെ ഫലമായി ആർക്ക് തണുക്കുകയും ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ
ടർബുലേറ്ററിന്റെ ആക്ഷൻ കാരണം ടർബുലൻസ് ഉണ്ടാവുകയും അതിന്റെ ഫലമായി കാർബൺ പ്രൊഡക്റ്റ് ആർക്കിംഗ് പാത്തിൽ നിന്നും മാറുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ സംഭവിക്കുന്നത്. ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന് പ്രധാനമായും 3 ചാമ്പറാണ് ഉള്ളത്. സപ്പോർട്ടിംഗ് ചാമ്പർ, സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പർ ആൻഡ് ടോപ്പ് ചാമ്പർ. സപ്പോർട്ടിംഗ് ചാമ്പർ. It is a porcelain chamber mounted on a metal chamber. It is filled with oil, which is physically separated from the oil in the circuit breaking arrangement. The oil inside the supporting chamber and the annular space formed between the porcelain insulation and bakelized paper is employed for insulation only. Circuit breaking chamber. It is a porcelain enclosure mounted on the top of supporting chamber. It is filled with oil and has the following parts: upper and lower fixed contact, moving contact, turbulator. The moving contact is hollow and includes a cylinder which moves down over a fixed piston. The turbulator is an arc control device. It has both axial and radial vents. The axial venting ensures the interruption of low current, whereas radial venting helps in the interruption of heavy current. Top chamber. It is a metal chamber and is mounted on the circuit breaking arranged chamber. It provides an expansion space for the oil in the circuit breaking compartment. It is provided with a separator which prevents the loss of oil by centrifugal action caused by circuit breaker operation during fault condition. ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇറ്റ് റിക്വയർസ് ലെസ് ഓയിൽ. കുറച്ച് ഓയിൽ മതി സർക്യൂട്ട് ബ്രേക്കിംഗ് ആക്ഷന് വേണ്ടിയിട്ട്. കൂടാതെ ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ സ്പേസ് റിക്വയർമെന്റ് കുറവായിരിക്കും. ഫയർ റിസ്ക് കുറവാണ്. ഇതുപോലെ തന്നെ മെയിൻ്റനൻസ് പ്രോബ്ലവും കുറവായിരിക്കും. ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ്, ഡ്യൂ ടു സ്മാളർ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ദ ഡിഗ്രി ഓഫ് കാർബണൈസേഷൻ ഈസ് ഇൻക്രീസ്ഡ്. അതായത് ഇവിടെ സർക്യൂട്ട് ബ്രേക്കിംഗ് ആക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഓയിൽ എളുപ്പത്തിൽ മലിനീകരിക്കപ്പെടുവാൻ ഇടയുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ പോയിന്റ്, ദർ ഈസ് എ ഡിഫിക്കൽട്ടി ഓഫ് റിമൂവിങ് ദ ഗ്യാസസ് ഫ്രം ദി കോണ്ടാക്ട് സ്പേസ് ഇൻ ടൈം. അത് ഗ്യാസ് റിമൂവ് ചെയ്യുന്നതിന് വിഷമത നേരിടുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ദ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ ഓയിൽ ഡിറ്റീരിയോറേറ്റ് റാപ്പിഡ്ലി ഡ്യൂ ടു ഹൈ ഡിഗ്രി ഓഫ് കാർബണൈസേഷൻ. ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ കാർബണൈസേഷൻ പ്രോബ്ലം വളരെ പെട്ടെന്നാണ്, അതായത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്, സർക്യൂട്ട് ബ്രേക്കിംഗ് ചാമ്പറിലുള്ള ഓയിലിന്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഓയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. ഇതും ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് സർക്യൂട്ട് ബ്രേക്കറിൽ നമുക്ക് ജനറലായിട്ട് പഠിക്കുവാൻ ഉള്ളത്. ഓക്കെ, താങ്ക് യു.